ഹലോ സ്റ്റുഡൻസ്, STOU MA ഇംഗ്ലീഷ് സെക്കൻഡ് സെമിസ്റ്ററിൽ നമുക്ക് റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് പഠിക്കാനുണ്ട്. സോ ഈ ബുക്കിലെ സെക്കൻഡ് ബ്ലോക്ക് പോയട്രിയിൽ വരുന്ന ഒരു പോമാണ് മൈ ലാസ്റ്റ് ടച്ചസ് ബൈ റോബർട്ട് ബ്രൗണിങ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് റോബർട്ട് ബ്രൗണിങ് എന്ന പോയറ്റിനെ കുറിച്ചാണ്. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. റോബർട്ട് ബ്രൗണിങ് എന്ന് പറയുന്നത് ജീവിച്ചിരുന്ന കാലഘട്ടം 1812 to 1889 ആണ്. ഹി വാസ് എ മേജർ വിക്ടോറിയൻ പോയറ്റ്. അദ്ദേഹം ഒരു മേജറായിട്ടുള്ള വിക്ടോറിയൻ പോയറ്റ് ആയിരുന്നു. അദ്ദേഹം കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ അദ്ദേഹം മാസ്റ്ററായിട്ടുള്ളത് എന്തിലായിരുന്നു? ഡ്രമാറ്റിക് മോണോലോഗ് എന്ന രീതിയിൽ പോംസ് എഴുതുന്നു. അപ്പോൾ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിംഗിൾ ക്യാരക്ടർ മറ്റൊരു സൈലൻ്റ് ആയിട്ടുള്ള ലിസണറിനോട് സംസാരിക്കുന്ന ഒരു രീതി. അങ്ങനെ ഒരു ഡയലോഗ് പോലെ, ഒരു മോണോലോഗ് പോലെ പറയുകയാണ്. അതായത് അപ്പുറത്തേക്കുന്ന ആൾ കേൾക്കുന്ന മാത്രമേ ഉള്ളൂ, അദ്ദേഹം തിരിച്ചൊന്നും പറയുന്നില്ല. സോ ഒരു വൺ വേ സ്പീക്കിംഗ് പോലെ, ഇങ്ങനെ ഒരു മോണോലോഗ് പോലെ പറയുന്ന ഒരു രീതിയിൽ എഴുതിയ പോമാണ് മൈ ലാസ്റ്റ് ഡച്ചസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോംസിൻ്റെ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ചാൽ കോംപ്ലക്സ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവസ്ഥകളെ കാണിക്കുന്നു. അതുപോലെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ കാണിച്ചിരുന്നു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവം പോമിൻ്റെ. അപ്പോൾ ഈ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് വർക്കാണ്. ഇതിൽ ഇത്തരത്തിൽ ഈ ഒരു ഇൻഡയറക്റ്റ് സ്പീച്ചിലൂടെ അല്ലെങ്കിൽ ഡ്രമാറ്റിക് മോണോലോഗിലൂടെ എന്ത് കാണിച്ചിരുന്നു? നമുക്ക് ആ ഡ്യൂക്കിൻ്റെ ഒരു സ്വഭാവത്തെ കംപ്ലീറ്റ് ആയിട്ട് പിക്ചറൈസ് ചെയ്തു തരികയാണ് നമ്മുടെ റോബർട്ട് ബ്രൗണിങ്. മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് 1842 അതായത് വിക്ടോറിയൻ എറയിൽ. അപ്പോൾ ഈ ഒരു പോമിൽ ആ ഒരു വിക്ടോറിയൻ എറയിലുണ്ടായിരുന്ന കുറേ കൺസേൺസ് ഒക്കെയാണ് അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോഷ്യൽ ഹയറാർക്കി, ജെൻഡർ റൂൾസ്, പവർ ഡൈനാമിക്സ്. ഈ പോം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ റിനൈസൻസിലാണെങ്കിൽ കൂടെ ബ്രൗണിങ് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയിലെ തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് ഇൻഡയറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുകയാണ് ഈ ഒരു പോത്തിലൂടെ. സോ ഈ ഒരു പോമിൽ എന്താ പറയുന്നത്? ഒരു എമിസറിയോട് നമ്മുടെ ഡ്യൂക്ക് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് മാരേജിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ നെക്സ്റ്റ് മാരേജിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ പഴയ ഭാര്യ, അതായത് മുമ്പ് മരിച്ചു പോയ ഭാര്യേനെക്കുറിച്ച് ഇങ്ങനെ പറയാണ്. അങ്ങനെ ആ പറയുന്നതിലൂടെ ഇദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ പറയാം. സവിശേഷത എന്ന് വെച്ചാൽ നല്ലതല്ല കേട്ടോ. ജലസി ഉണ്ട്, പ്രൈഡ് ഉണ്ട്, കൺട്രോളിങ് നേച്ചർ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ റിവീൽ ചെയ്തുകൊണ്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ ഈ ഡച്ചസ് എന്ന് പറയുന്ന ഈ ഡച്ചസ് ഡ്യൂക്ക് അറിയില്ലേ? ഡ്യൂക്കിൻ്റെ ഭാര്യ ഡച്ചസ്. അപ്പോൾ ഈ ഡച്ചസ് എന്ന് പറയുന്നത് വളരെ കൈൻഡ് ആയിട്ടുള്ള, പ്ലീസ്ഡ് ആയിട്ടുള്ളൊരു വുമൺ ആയിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയൊന്നും, ഈ കൈൻഡ് ആയിട്ടുള്ള, പ്ലീസ്ഡ് ആയിട്ടുള്ള രീതിയൊന്നും നമ്മുടെ ഡ്യൂക്കിന് അത്ര വലിയ താല്പര്യമില്ല. അങ്ങനെ ഇവഞ്ച്വലി ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇദ്ദേഹം ഗേവ് കമാൻഡ്സ് ടു സ്റ്റോപ്പ് ഹർ സ്മൈൽസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാളാണ് ഈ ഡച്ചസിനെ കൊന്നത് എന്നുള്ളൊരു ഹിൻഡ് കൂടെയാണ് നമുക്ക് ഈ ഒരു പോമിലൂടെ തരുന്നത്. നമുക്ക് ആ പോമിലേക്ക് പോകുമ്പോൾ കാണാം. അപ്പോൾ ഈ ഒരു പോം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇദ്ദേഹം അടുത്ത പൊളിറ്റിക്കൽ മാരേജിലേക്ക് പോകുന്ന ഒരു രീതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വുമണിനെ ഒട്ടും തന്നെ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പോലും കണക്കാക്കാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അറഗൻസ്, ആ ഒരു സ്വഭാവമാണ് ഇതിൽ കാണിച്ചു തരുന്നത്. സ്ത്രീകളെ ഒട്ടും തന്നെ വില വയ്ക്കാത്ത ഒരാളാണ് നമ്മുടെ ഡ്യൂക്ക്. ഓക്കെ, ഇനി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ആദ്യത്തെ 2 ലൈനിൽ എന്താ പറയുന്നത്? ഈ ഡ്യൂക്ക് ആ പെയിൻറ്റിങ് കാണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരിച്ച ഭാര്യയുടെ ആ ഒരു പെയിൻറ്റിങ് ഈ എമിസറിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയണോ എത്ര ഭംഗിയിലാണ്, ലൈക്ക് ഒരു ജീവനുള്ള പോലെയാണ് അതിനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടോൺ എന്ന് പറയുന്നത് എങ്ങനെ? കുറച്ച് പ്രൗഡായിട്ട് പോസസീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ പെയിൻറ്റിങ്, ഈ ലാസ്റ്റ് വൈഫിൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് ഡച്ചസിൻ്റെ പെയിൻറ്റിങ് വരച്ചതാരാ? ഫ്രാ പാൻഡോൾഫ് എന്ന് പറയുന്ന ഒരു കലാകാരനാണ്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു പീസ് ഓഫ് വർക്കിനെ ഇയാൾ വളരെയധികം അഡ്മയർ ചെയ്യുകയാണ്. ലൈക്ക് ഇതൊരു ലൈഫ് ആയിട്ടുള്ള വർക്കാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ അദ്ദേഹത്തെ, ഈ ഫ്രാ പാൻഡോൾഫിനെ ഒരുപാടധികം പ്രേസ് ചെയ്യുകയാണ്. ലൈക്ക് ഒരു ദിവസം മുഴുവൻ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്യൂക്ക് എന്ത് ചെയ്യാണ്? ഈ ഗസ്റ്റിനോട് പറയാണ്, നിങ്ങൾ അതിലേക്ക് നോക്കൂ, ആ പെയിൻറ്റിങ്ങിൽ ഒന്ന് ഇരുന്ന് കാണൂ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇങ്ങനെ അഡ്മയർ ചെയ്യിപ്പിക്കുകയാണ്. ഫ്രാ പാൻഡോൾഫ് എന്ന് പറയുന്ന പേര് ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ആ ഒരു അഡ്മിറേഷൻ, അവരും കൂടെ ഇത് കണ്ട് അഡ്മയർ ചെയ്തിട്ട് അങ്ങനെ പ്രൈസ് ചെയ്യണം എന്നുള്ള ആ ഒരു സംഭവം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ലൈനിൽ പറയുന്നത്, അപ്പോൾ പറയുന്നത് എന്താ? ആ ഒരു പെയിൻറ്റിങ്ങിലുള്ള അവളുടെ എക്സ്പ്രഷനെ പോലും ആളുകൾ അഡ്മയർ ചെയ്യുന്നുണ്ട്. അതായത് അവളുടെ ആ കണ്ണുകളിൽ ആ ഒരു നോട്ടം, അതൊക്കെ വളരെ അഡ്മയർ ചെയ്യാൻ മാത്രമുള്ള അത്രയും ബ്യൂട്ടി നിറഞ്ഞ കണ്ണുകളാണ്, അല്ലെങ്കിൽ അത്രയും ഭംഗിയാണെന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് അടുത്ത് എന്താ പറയുന്നത്?
ബട്ട് ടു മൈസെൽഫ് ദേ ടേൺഡ് ദ കർട്ടൻ ഐ ഹാവ് ഡ്രോൺ ഫോർ യു. അതായത് ഇദ്ദേഹത്തിന് മാത്രമേ, ഈ ഒരു ഡ്യൂക്കിന് മാത്രമേ ഈ ഒരു കർട്ടൻ വലിച്ചിട്ട് ഈ പെയിൻറ്റിങ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. സോ അവിടെ തന്നെ ഈ ഒരു ഡച്ചസിൻ്റെ മുകളിലുള്ള കൺട്രോളിനെയാണ്, ഈവൻ ആഫ്റ്റർ ദ ഡെത്ത്, ആ ഒരു കൺട്രോളിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ അടുത്ത ലൈനിൽ പറയുന്നത് എന്താ, ഒരുപാട് വിസിറ്റേഴ്സിന് ഇങ്ങനെ ചോദിക്കണമെന്നുണ്ട്, എങ്ങനെയാണ് ഈ പെയിൻറ്റിങ്ങിൽ പോലും ഇവൾ ഇത്രയും സന്തോഷവതിയായിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ചോദ്യം എല്ലാവരുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അവരത് ചോദിക്കുന്നില്ല. അപ്പോൾ ഈ കേൾക്കുന്ന ആളും, അതായത് ഇതിപ്പോൾ ഒരു ഡ്രമാറ്റിക് മോണോലോഗാണെന്നാണല്ലോ പറഞ്ഞത്, അപ്പോൾ ഒരു സൈലൻറ്റ് ലിസണർ അവിടെ ഉണ്ട്. അപ്പോൾ ആ സൈലൻറ്റ് ലിസണർ പോലും ഈ ഒരു കാര്യം തന്നെയായിരിക്കും ചിന്തിക്കുക എന്നാണ് നമ്മളുടെ ഡ്യൂക്ക് വിചാരിക്കുന്നത്. അടുത്ത വരിയിൽ ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുകയാണ്, ഈ ഒരു ഹാപ്പി എക്സ്പ്രഷൻ അവളുടെ മുഖത്ത് കാണുന്നത് ഞാൻ കാരണമൊന്നുമല്ല, ഞാൻ മീൻസ് ആ ഡ്യൂക്ക്, അതായത് അവളുടെ ഹസ്ബൻഡ് കാരണമല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താ പറയുന്നത് ഇദ്ദേഹം, അവളെ വളരെ ചെറിയ ചെറിയ കോംപ്ലിമെൻറ്റ്സ് കൊടുത്താൽ പോലും, അത് ആര് കൊടുത്താലും അവൾ വളരെയധികം ബ്ലഷ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ പെയിൻറ്റർ ഇവളെ നോക്കി വരയ്ക്കുന്ന സമയത്താണെങ്കിൽ പോലും പെയിൻറ്റർ ഇവളുടെ ബ്യൂട്ടിയെ പ്രൈസ് ചെയ്ത് അപ്പോഴും അവൾ ചിരിക്കും. അപ്പോൾ അവളെ എല്ലാവരോടും ഇങ്ങനെ ഒരേപോലെ ബ്ലഷ് ചെയ്ത് ചിരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം കംപ്ലെയിൻ ചെയ്യുന്നത് എന്താ, അവൾ വളരെയധികം ഫ്രണ്ട്ലിയാണ് എല്ലാവരുമായിട്ടും, വളരെ പ്ലീസ്ഡ് ആയിട്ടുള്ളൊരു സ്വഭാവമാണ്. അതുപോലെ തന്നെ എല്ലാവരോടും എപ്പോഴും ചിരിച്ചുകൊണ്ടും വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും, സിമ്പിൾ റീസൺസിന് പോലും എപ്പോഴും ഇങ്ങനെ സ്മൈൽ ചെയ്ത് ഹാപ്പിയായി നടക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഡ്യൂക്ക് അടുത്ത വരിയിൽ എന്തൊക്കെയാണ് ഈ ഡച്ചസിനെ ഹാപ്പി ആക്കുന്നത് എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് തരികയാണ്. അതായത് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെങ്കിലും അവൾ ചിരിക്കുന്ന കാണാം, അല്ലെങ്കിൽ ഹാപ്പി ആവുന്ന കാണാം. ഒരു സൺസെറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് ചെറീസ് കണ്ടാൽ, ഒരു മ്യൂൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഹൈബ്രിഡാണ്. അതായത് നമ്മളുടെ ഈ ഡോങ്കിൻ്റെയും ഹോഴ്സിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ബ്രീഡാണ് മ്യൂൾ എന്ന് പറയുന്നത്. സോ ആ ഒരു മ്യൂൾ റൈഡ് ആണെങ്കിലും എന്ത് കണ്ടാലും ചിരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ സന്തോഷിച്ചുകൊണ്ടാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവളെ എല്ലാത്തിനെയും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്, ഇൻക്ലൂഡിങ് ഹിസ് ഫേവർ എന്ന് പറയുന്നുണ്ട്. ഫേവർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലസ്റ്റിനെ ആണെങ്കിലും അല്ലെങ്കിൽ സ്നേഹത്തിനാണ്, എല്ലാത്തിനെയും ഈ ഒരേ ലെവലിലാണ് കണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, ഹി ഫെൽറ്റ് ഇൻസൾട്ടഡ് ആയിട്ട് തോന്നുന്നു. കാരണം എല്ലാത്തിനോടും ഒരുപോലെയുള്ള ഒരു നേച്ചറായിരുന്നു അവൾക്ക്. എല്ലാവരോടും വളരെ കൈൻഡായിട്ട് താങ്ക് ചെയ്ത് അങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മളുടെ ഡച്ചസ്. അപ്പോൾ ഡ്യൂക്കിന് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. കാരണം ഡ്യൂക്ക് എന്ന് പറയുന്നത് ഒരു നോബിൾ മാനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫായാലും എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഉയർന്നു നിൽക്കണം എന്നൊരു ഫീലിങ്ങിലുള്ള ആളാണ്. സോ എന്താണ്, മറ്റുള്ളവരുടെ എന്തൊരു ചെറിയ ഗിഫ്റ്റ് കിട്ടിയാൽ പോലും ഇവളിങ്ങനെ കൈൻഡായി താങ്ക് ചെയ്ത് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഇയാൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. കാരണം ഇയാൾ ഭയങ്കര പ്രൗഡുമാണ്, അഭിമാനിയാണ്, അതേസമയം അസൂയാലുമാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരിക്കലും അവളുടെ അടുത്ത് ഇങ്ങനെ താഴ്ന്ന് നീ ഇങ്ങനെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അത്രയും താഴില്ല എന്നുള്ളതാണ് പറയുന്നത്. നീ ഇന്ന തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്നും പറഞ്ഞ് സ്വയം താഴില്ല. അവനറിയാം എങ്ങനെയാണ് ഇവളുടെ തെറ്റുകൾ ഇവൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടതെന്നൊക്കെ അറിയാം. എന്നാലും എന്താണ്, ഇദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഡ്യൂക്ക് ഡച്ചസിൻ്റെ അടുത്ത് നീ ഇന്ന പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഡച്ചസ് അത് അഗ്രി ചെയ്ത് ആ കറക്ഷൻ വരുത്താനൊക്കെ നോക്കും. എന്നാൽ പോലും നമ്മളുടെ ഡ്യൂക്ക് എന്തിന് തയ്യാറല്ല, ഇതൊന്നും പറഞ്ഞ് സ്വയം ചെറുതാവാൻ, അയാളെ തന്നെ താഴ്ത്തി കെട്ടാനായിട്ട് അയാൾ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ വേണ്ടാന്ന് വെക്കുകയാണ്. അങ്ങനെ കാരണം ഇയാൾ ഭയങ്കര അഭിമാനി ആയതുകൊണ്ടാണ് കേട്ടോ. അദ്ദേഹം പറയുന്നുണ്ട്, ഇവളെല്ലാവരുടെ അടുത്തും ഒരേപോലെയാണ് ചിരിക്കുന്നത് എന്നുള്ളത്. അതേ ചിരി തന്നെയാണ് അവൾ എനിക്കും തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പറയുമ്പോൾ എന്താ കാണിക്കുന്നത് വെച്ചാൽ, ഇദ്ദേഹത്തിനൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് അവളുടെ അടുത്തുനിന്ന് വേണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അടുത്ത ലൈനാണ് കേട്ടോ, അതായത് 45 മുതൽ 46 വരെയുള്ള ലൈനാണ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ലൈൻ. കാരണം ഇവിടെയാണ് അവളുടെ ആ ഒരു മരണത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ഡ്യൂക്കാണ് ഡച്ചസിനെ കൊന്നത് എന്നുള്ളൊരു ഹിൻറ്റ് തരുന്ന ലൈനാണ്. അതായത് ഇവ പറയും, ഈ ഒരു പ്രോബ്ലം, നമ്മളുടെ ഡ്യൂക്ക് പറയുകയാണ്, ഈ ഒരു പ്രോബ്ലം വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഹി ഗേവ് കമാൻഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ ഹിൻറ്റ് ചെയ്യുന്നത്, ഇവളെ കൊന്നു, ഡച്ചസിനെ കൊന്നു എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഓൾ സ്മൈൽ സ്റ്റോപ്പ് ടുഗെദർ, അതിനുശേഷം എല്ലാ ചിരിയും അവസാനിച്ചു എന്നുള്ളതാണ്. അതായത് അവൾ പിന്നീട് ചിരിച്ചിട്ടില്ല, അതായത് ജീവനോടെ ഇല്ല നമ്മളുടെ ഡച്ചസ് ഇപ്പോൾ. ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഒരു പെയിൻറ്റിങ്ങിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ആ പെയിൻറ്റിങ് നോക്കി വളരെ കാമായിട്ട് എത്ര ഭംഗിയായിരുന്നു അവളെ കാണാൻ എന്നുള്ളതൊക്കെ നോക്കി അഡ്മയർ ചെയ്യാണ്. അങ്ങനെ അത് പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഇതുവരെ അയാളൊന്നും സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ ഈ ഒരു
ഇവളെ കൊന്നു എന്ന് ഹിൻഡ് ചെയ്യുന്ന കാര്യം ഒന്നും അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല പറഞ്ഞത് എന്നുള്ള രീതിയിൽ അയാൾ പിന്നെയും ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അടുത്ത ലൈനിൽ എന്താ ചെയ്യുന്നത്, ഈ ടോപ്പിക് അങ്ങോട്ട് മാറ്റുകയാണ്, ഒരു മാരേജ് ഡിസ്കഷനിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഈ കൗണ്ടിനെ പ്രൈസ് ചെയ്യുന്നു. കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ബ്രൈഡിൻ്റെ ഫാദറിനെ പ്രൈസ് ചെയ്യാണ്. അയാളെങ്ങനെ പുകഴ്ത്തുകയാണ്. എന്നിട്ട് പറയും, ഞാനിങ്ങനെ വലിയ എന്താ പറയുക, സ്ത്രീധനമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ മാരേജിനെ ഒരു ബിസിനസ് ഡീല് പോലെയാണ് നമ്മളുടെ ഡ്യൂക്ക് കാണുന്നത്. അവർ ആ പോകുന്ന സമയത്ത് നമ്മളുടെ ഡ്യൂക്ക് എന്താ കാണിച്ചു കൊടുക്കുന്നത്, ഒരു നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താ, റോമൻ ഗോഡാണ്. അപ്പോൾ ഈ റോമൻ ഗോഡ് ഒരു സീ ഹോഴ്സിനെ ടെയിം ചെയ്യുന്ന ഒരു സ്റ്റാച്യു ആണ് അദ്ദേഹം കാണിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് കൊണ്ട് എന്താ സിംബലൈസ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരുടെ മേലിൽ കൺട്രോൾ ചെയ്യാനും പവർ ചെലുത്താനൊക്കെ ഉള്ള ആ ഒരു ആഗ്രഹം, അതിനെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യേൻ്റെ മുകളിൽ, അതായത് ലാസ്റ്റ് ഡച്ചസിൻ്റെ മുകളിൽ ചെയ്ത പോലെ എല്ലാത്തിനെയും ടേം ചെയ്യുക, കീഴടക്കുക, ഇദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരിക, അങ്ങനത്തെ ചില സ്വഭാവങ്ങളെയാണ് ഈ ഒരു നെപ്റ്റ്യൂൺ ടേമിങ് സീ ഹോഴ്സിലൂടെ കാണിക്കുന്നത്. അടുത്തത് ലാസ്റ്റ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇയാൾ ഈ എക്സ്പെൻസീവ് സ്റ്റാച്യു, അതായത് നമ്മളുടെ ഫ്രാ പാൻഡോൾഫ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ചെയ്ത ഈ ഒരു എക്സ്പെൻസീവ് സ്റ്റാച്യുവിനെ നോക്കിയിട്ട് ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുക, ബ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് അതും മറ്റൊരു ഒബ്ജക്റ്റാണ്, ഇദ്ദേഹം ഓൺ ചെയ്യുന്ന എല്ലാം ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ എല്ലാം ഇദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലാണ് എന്നുള്ളൊരു കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് കൂടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോമിൽ കാണാൻ കഴിയുന്ന തീംസ് എന്തൊക്കെയാണ്, പവർ ആൻഡ് കൺട്രോൾ കാണാം, പ്രൈഡ് ആൻഡ് ജെലസി കാണാം, ഒബ്ജക്റ്റിഫിക്കേഷൻ കാണാം, ഹൈപ്പോക്രസി കാണാം. അപ്പോൾ പവർ ആൻഡ് കൺട്രോൾ നമ്മൾ എവിടെയാണ് കാണുന്നത്, നമ്മുടെ ലാസ്റ്റ് ഡച്ചസിനെ ഡ്യൂക്ക് എങ്ങനെയാണ് അവരെ എന്താ പറയുക, അവരുമായിട്ട് പെരുമാറിയിരുന്നത്, അവരോട് എങ്ങനെയാണ് പെരുമാറി, അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വളരെയധികം കൺട്രോളിങ് ആയിട്ടുള്ളൊരു നേച്ചറാണ് നമ്മളുടെ ഡ്യൂക്കിനുള്ളത്. അതിപ്പോൾ ആ സ്ത്രീൻ്റെ മീൻസ് റിയൽ ഹ്യൂമൺ ആണെങ്കിലും ഈവൻ ആ സ്ത്രീയുടെ പെയിൻറ്റിങ് ആണെങ്കിൽ പോലും ഇയാൾക്ക് എല്ലാത്തിനോടും ഒരു കൺട്രോൾ ഉള്ള രീതിയിലാണ്. അടുത്തത് ഇപ്പോൾ പ്രൈഡ് ആൻഡ് ജെലസി പറയാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെക്കുറിച്ച് ഭയങ്കര പ്രൈഡാണ്, ഫാമിലി നെയിമിനെ കുറിച്ച് പ്രൈഡാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് മറ്റുള്ളവർക്ക് അറ്റൻഷൻ കൊടുക്കുമ്പോൾ ഇയാൾ ഭയങ്കര അധികം ജെലസ് ആവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളത്. പിന്നെ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വൈഫിനെ ജസ്റ്റ് ഒരു എന്താ പറയുക, എന്തെങ്കിലും സ്വന്തമാക്കാനുള്ളൊരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒബ്ജക്റ്റ്, അതുപോലത്തെ ഒരു കാര്യമായിട്ട് അങ്ങനെ ഒരു വുമണിനൊരു ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ ഇയാളെ തന്നെ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള, കൾച്ചേർഡ് ആയിട്ടുള്ള, കുറച്ച് ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്പീച്ചിലൂടെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു മോണോലോഗത്ത് കൂടെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, എത്രത്തോളം ക്രൂവലായിട്ടുള്ള, എറഗൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാളെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വിക്ടോറിയൻ എറയിൽ എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ റൂൾസും ക്ലാസ് പ്രൈഡും പവർ സ്ട്രഗിൾസ് എല്ലാം ഉണ്ടായ കാലമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹിസ്റ്റോറിക്കൽ സെറ്റിങ്ങിലാണ് നമ്മളുടെ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ റോബർട്ട് ബ്രൗണിങ് ഇൻഡയറക്റ്റ്ലി ഈ ഇഷ്യൂസിനെയൊക്കെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ മൈ ലാസ്റ്റ് ടച്ചസ് എന്ന് പറയുന്ന പോമിൻ്റെ ഒരു ചെറിയൊരു സമ്മറി എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ, ഈ വുമണിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതും പവറും ക്ലാസ് സ്ട്രഗിൾസും പ്രൈഡും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലിസണിങ്.